അല്ല, കുറെ പേപ്പറുകളോ എന്തെങ്കിലും ബുക്കോ ഡയറിയോ കമ്പ്യൂട്ടറിലിടുന്ന ഡിസ്കോ മെമ്മറി കാർഡോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അവര് പറയുന്ന നുണയാണെന്ന് ഉറപ്പാ. ആ, അതെന്താടോ? കുട്ടേട്ടൻ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ഒരു ചോദ്യമായിട്ട് കൊടുത്തപ്പോ അവര് രണ്ടുപേരും ഒരു സംശയവും ഇല്ലാതെ ഒരുമിച്ച് ഇല്ലാന്ന് മറുപടി പറഞ്ഞു. ആര് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും അവരുടെ കയ്യില് ഒന്നും ഇല്ലാന്ന് പറയാൻ രണ്ടുപേരും പ്രിപ്പയർഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അവര് പോലും അറിയാതെ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. ആ സംശയം അവിടെ വെച്ച് എനിക്ക് തോന്നിയതാ. എന്നാലും അവരെവിടം വരെ പോകുന്നറിയാൻ ഞാൻ മിണ്ടാതെ നിന്നതാ. നമുക്ക് അവരെ ഒന്ന് പോയി വിരട്ടി നോക്കിയാലോ? അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും തോന്നുന്നില്ല കുട്ടേട്ടാ. കാരണം അവരിത്രയൊക്കെ ഓടി ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അവർ മേനോന്റെ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഉറപ്പാ. അതെ, തൽക്കാലം നമുക്ക് അവരുടെ വിശ്വാസം നേടിയെടുക്കാം. അതിനുശേഷം അവര് തന്നെ നമുക്ക് അതെല്ലാം കയ്യിൽ തരും. പെട്ടെന്ന് കണ്ട് പരിചയപ്പെട്ടതുകൊണ്ട് അവർക്കിപ്പോഴും നമ്മളെ വിശ്വാസമായിട്ടുണ്ടാവില്ല. തൽക്കാലം കുറച്ച് സമയം കൊടുക്കാം. കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അല്ല, നിങ്ങളിനി എങ്ങോട്ടാ? ഇന്ദ്രപ്രസ്ഥത്തിലേക്കാ. അവിടെ പാർട്ടി ഒന്നും നടക്കയില്ലേ? അതെ, അങ്ങോട്ട് ചെല്ലരുതെന്ന് അഷിത പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ പോകുന്നത്? അഷിതയും താരയും എന്തൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ ചെന്നില്ലെങ്കിൽ പൂർണിമേച്ചി ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ പൂർണിമയ്ക്ക് ഒരു സപ്പോർട്ട് ആവട്ടെ എന്ന് കരുതിയാണ് നിങ്ങൾ പോകുന്നത്? അതെ. ശരി, എന്നാ വിട്ടോ. ശരി, വരട്ടെ. വരട്ടെ. അതെ, അത് ആ മൂലയ്ക്ക് കൊണ്ടുവെക്കണേ. അയ്യോ, അങ്ങനെ എല്ലാം സെറ്റപ്പായി. ഏട്ടാ, ഗസ്റ്റൊക്കെ വരാറാ. ഏട്ടാ എന്തോ ഇങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, അവരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? എന്റെ പൊന്നു സഹദേവാ, നിങ്ങളുടെ ചേട്ടൻ ഇപ്പോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല. അതെന്താ ചേച്ചി? അതെന്താന്ന് എന്നോട് ചോദിക്കുന്ന എന്തിനാ? ദേ മുന്നിലിരിക്കല്ലേ, അങ്ങോട്ട് ചോദിക്ക്. ഏട്ടാ, ഇവളെന്താ ഉദ്ദേശിക്കുന്നതെന്നോ ഇവക്ക് മാത്രമേ അറിയൂ.